ആയിട്ട് ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. സോണിയുടെ ഏറ്റവും വില കുറഞ്ഞ ഒരു ഹെഡ്ഫോൺ റിവ്യൂ ആണ്. സാധനം ഇതാണ്. ഞാൻ എടുത്ത സമയത്ത് വൈറ്റ് കളർ മാത്രമേ അവൈലബിൾ ആയിട്ട് കിട്ടിയുള്ളൂ. എന്നിട്ട് വൈറ്റ് കളറാണ് എടുത്തത്. ബാക്കിയുള്ള കളറൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു വേരിയൻറ്റ് മാത്രമേ ഉള്ളായിരുന്നു. ഈ ഹെഡ്ഫോൺ ബിഗ് ബില്യൺ ഡേയ്സിന് വന്നത് 500 റുപ്പീസാണ്. ഇപ്പോൾ ഇതിൻ്റെ വില ഏകദേശം 700 സംതിങ് വരുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ച് നോക്കി. ഒരു ബെസ്റ്റ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ്ഫോൺ ആണെന്ന് എനിക്ക് തോന്നി. ബോട്ടിൻ്റെ ഒരുപാട് സ്പീക്കറൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തുനിന്ന് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ക്ലിയർ ഓഡിയോ ആണ്. അതായത് ചെവിയിലൊക്കെ വെക്കുന്ന സമയത്ത് നല്ലൊരു ലയം ഉണ്ടായിരുന്നു. ആദ്യം ഒരു വട്ടം കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെയും കേൾക്കാനുള്ളൊരു കൊതി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്പീക്കറാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ ബിൽഡ് ക്വാളിറ്റി എല്ലാം വളരെ നല്ലതാണ്. വേണ്ടത് ഈ ഒരു രീതിയിൽ തന്നെ ഇതിനെ നമുക്ക് കുറച്ച് വെച്ചിട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ നമുക്ക് എടുക്കാനേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുള്ള കാര്യങ്ങളുണ്ട്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ ബിൽഡ് ക്വാളിറ്റി ഇതിൻ്റെ ഏറ്റവും നല്ലതാണ്. പക്ഷേ എനിക്കൊരു ഡ്രോബാക്കായിട്ട് തോന്നിയത് ഈ ഒരു വയറിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. അത് മാത്രമല്ല ഇതിനകത്ത് ഇച്ചിരി പ്രശ്നമായിട്ട് തോന്നിയത്. ബിൽഡ് ക്വാളിറ്റിയുടെ ഇത് പറയുമ്പോൾ കൊള്ളാം. വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും കറക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു കംഫർട്ടബിലിറ്റിയാണ് തരുന്നത്. നല്ലൊരു സ്പീക്കറാണ്. പിന്നെ ഈ ഇതെന്ന് പറയുന്നത് കുറേയൊക്കെ കുഴപ്പമില്ല. ഒരു 3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ചെറിയൊരു തരിപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അത് ഏത് ഹെഡ്ഫോണിൻ്റെ ആണെങ്കിലും ഫീൽ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അല്ലാതെ ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. സൗണ്ട് ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഏറ്റവും നല്ലൊരു ഹെഡ്ഫോണാണ്. ആദ്യം ഞാനിത് ഒരു 500 റുപ്പീസിന് ഇങ്ങനെ സോണിയുടെ ഒരു ഹെഡ്ഫോൺ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ സോണിയുടെ ഒറിജിനൽ സാധനമായിരുന്നു. അതായത് MDR ZX 110A എന്ന് പറഞ്ഞ ഒരു മോഡലാണ് വന്നത്. 1 ഇയർ സോണി കമ്പനിന് വാറൻറ്റി നൽകുന്നുണ്ട്. അപ്പോൾ ആ സോണിയുടെ അവരുടെ ഒരു ബിൽഡ് ക്വാളിറ്റിയും അവരുടെ ഒരു ഓഡിയോ ക്വാളിറ്റിയും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും TV-യിലാണേലും അവരുടെ സൗണ്ട് സിസ്റ്റത്തിലാണേലും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലാണെങ്കിലും നമുക്കറിയാം അവർ സോണി എപ്പോഴും 1-2 സ്ഥാനം വിട്ട് അവരൊരിക്കലും കളിക്കാറില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സോണിയുടെയാണ് ഹോം തിയേറ്റേഴ്സും പിന്നെ സൗണ്ട് സിസ്റ്റം എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എടുത്ത ഒരു ഇതാണ് ഹെഡ്ഫോൺ. വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഹെഡ്ഫോണാണ്. ഓഡിയോ ഒക്കെ കേൾക്കുന്ന നമുക്ക് ഞാനൊരിക്കലും എന്താ വെച്ചാൽ നല്ല ബീറ്റുള്ള സോങ്ങൊക്കെ കേൾക്കാം. എന്നാലും ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു മെലോഡി സോങ്സൊക്കെ കേൾക്കുന്ന സമയത്ത് നല്ല ഒരു സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് പിന്നെയും കേൾക്കാൻ തോന്നുന്നു. ആ ഒരു രീതിയിലുള്ള സൗണ്ട് എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടിയത്. ബിൽഡ് ക്വാളിറ്റി വൈസ് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ നല്ലതാണ്. എല്ലാം നമുക്കനുസരിച്ച് തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ട് തരുന്ന ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു ഹെഡ്ഫോണിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റിവ്യൂ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനെങ്കിൽ ഞാൻ ഇനി മുതലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം എൻ്റെ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ നോക്കുക. അങ്ങനെയാണ് ഞാൻ ഇനി മുതലിടുന്ന കുറേ വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.